ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റു. ഐ ജസ്റ്റ് ഗോട്ട് ഫ്രഷ് റിയലി ഫാസ്റ്റ്. എന്നിട്ട് ഇന്ന് നമ്മളിപ്പം ഇപ്പോൾ ഗുരുവായൂർ ആണുള്ളത്. നാളെയാണ് വാവേൻ്റെ ചോറൂണ്. അപ്പം ഇന്ന് നമുക്കിവിടെ ഒരു ഫുൾ ഡേ നമ്മൾ റെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വയ്യ. അതുകൊണ്ട് വി തോട്ട് ഇന്ന് എന്താ പറയുക, ഫാമിലി ടൈമാണ് മോസ്റ്റ്ലി. വാവ ബാക്കിലെ വാവേൻ്റെ മമ്മീൻ്റെയും ഒക്കെ കൂടി ചിൽ ചെയ്യുന്നത്. ചുമയുണ്ട് വാവക്ക്. ആൻഡ് അനദർ അടിപൊളി കാര്യം ഇസ് ദാറ്റ് ഇന്ന് ഉച്ചയാകുമ്പം എൻ്റെ അച്ഛനമ്മ ഏട്ടൻ്റെ വൈഫ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും വാവനെ കാണാൻ വേണ്ടിയിട്ട് വരും. സോ ദേ ആർ സീയിങ് വാവ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഐ ഗോട്ട് ഞാൻ കുറച്ച്, അതായത് നാട്ടിൽ ആ ഒരു ടൈം ഡിഫറൻസ് ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അവർ ജെറ്റ് ലാഗ് കാര്യങ്ങളെല്ലാം. കാരണം എഴുന്നേറ്റ ഉടനെ എനിക്ക് ഉറക്കം വരുന്നു. അതിപ്പോൾ ജെറ്റ് ലാഗ് ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ ഇന്നെന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. സോ രാവിലെ തന്നെ ഞാൻ ആക്ച്വലി ഭയങ്കര ഇന്ന് ഫുൾ എനർജി ഉണ്ട്, പക്ഷേ എനർജി കുറവാണ്. എനർജി കുറവാണ്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ്. കാരണം വലിയ 24 hours ലോങ് ഫ്ലൈറ്റ് ആയിരുന്നില്ലേ. അപ്പം ഭയങ്കര ടയറിങ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നലെ വന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ശരീരം തന്നെ ഉറക്കിക്കളഞ്ഞു. അപ്പം ഇന്ന് ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ഇവിടെ ഗുരുവായൂരിൽ കുറച്ച് ഇവിടെ ആനക്കോട്ട എന്ന് പറഞ്ഞില്ല, ആനക്കോട്ടി ആ സ്ഥലത്ത് പോകണം എന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഞാൻ ആക്ച്വലി ഞാനും ഗുരുവായൂരും തമ്മിലുള്ളൊരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊക്കെ എപ്പോഴും ഗുരുവായൂർ ഉള്ളിൽ പോകാൻ ശ്രമിക്കും, പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. ഞാനൊരു ചെറിയ ബാലാമണിയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയുക, ആകാശൻ്റെ കൂടെ ഫസ്റ്റ് പോയപ്പോഴാണ് ഞാൻ ഭഗവാനെ ആക്ച്വലി കണ്ടത്. അതിന് മുന്നേ വരെ എനിക്കൊരിക്കലും ഗുരുവായൂർ എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങി പോകുമായിരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ മറന്നുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് മാറ്റണം. ഞാൻ ഷൂ ഇട്ടിട്ടാണ് വന്നത്. അവിടെ നിന്ന് ചെരുപ്പ് എടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒരു ചെരുപ്പ് വാങ്ങിയിടണം. അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഐറ്റിനറിയിലുള്ളത്. നമ്മളിപ്പോൾ എല്ലാവരും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണ്. അതറിയില്ല. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിയാം. എന്താ ആകാശം ഇങ്ങനെ ടിങ് 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 എന്നാവുന്നത്? ഇങ്ങനെ വര അത് ഇത് കാരണം ലൈറ്റിൻ്റെ ഫ്രെയിംസ് പെർ സെക്കൻഡും ഇതിൻ്റെ ക്യാമറ ഫ്രെയിംസ് പെർ സെക്കൻഡ് തമ്മിൽ ക്രാഷ് ആവും. അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ വര ഉണ്ടാവും. ലൈറ്റ് സ്ട്രോങ് ആണ്, ലൈറ്റ് കണ്ടിന്യൂസ് ലൈറ്റ് ഇല്ല. സയൻറ്റിസ്റ്റ്. ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നത് വട, ഒരുപാട് തരം ചട്നികൾ, പിന്നെ സാമ്പാർ. അടിപൊളിയല്ലേ? ചുട്ടുമണിക്ക് അവിടെ പഴം പുഴുങ്ങിയതാണ്. തിന്നോക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? യമ്മിയാണോ? ഇഷ്ടപ്പെട്ടോ? പുളിപ്പ് കുറച്ചുണ്ടല്ലേ? ഇഷ്ടത്തെ ക്യാമറ കണ്ടാ പിന്നെ സ്വഭാവം മാറും. യമ്മി ക്രിസ്പി വട. എല്ലാ ചട്ടണിയിലും ഇങ്ങനെ മിക്സ് ചെയ്താൽ. രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ കഴിക്കുന്നത് പുട്ടും കടലയും. പുട്ടും കടലയും കഴിക്കാം. ഞാൻ എത്രയോ വർഷത്തിന് ശേഷമാണ് പുട്ടും കടലയും കഴിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നത്, എത്രയോ വർഷമല്ല. ഇനിയും വേണോ പഴോ? ഡ്രസ്സെല്ലാം മാറ്റി. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് അമ്മേൻ്റെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ആകാശേട്ടൻ അമ്മേൻ്റെ ഡ്രസ്സൊക്കെ എനിക്കിപ്പോൾ ഫിറ്റ് ആവാൻ തുടങ്ങി. പണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ഡ്രസ്സും പാകാവാത്തൊരു പ്രശ്നം. ഇപ്പം എല്ലാം ഫിറ്റ് ആവുന്നുണ്ട്, ഡുണ്ടപ്പി ആയതുകൊണ്ട്. ഇതാണ് ഇട്ടിട്ടുള്ളത്.
ഇനി നമ്മളിപ്പം എന്നാ ഐഡിയ വെച്ചാൽ പോകുന്ന ആനക്കോട്ടയിലേക്ക് പോകുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആനക്കോട്ടയിലേക്ക് പോകുന്നത്. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട്. വാവേനെ ഭയങ്കര തമാശയാവുന്നുണ്ട് ആകാശേട്ടനായിട്ട്, ഫണ്ണി ഗൈ. നമ്മൾ അപ്പോൾ വാവേനെ ആനേനെ കാണിക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത്ര ഒരു ചൂട് ആക്ച്വലി ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ച് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഒരു സമാധാനമുണ്ട്. അമ്മ ഡയപ്പർ ബാഗ് ഫ്രണ്ടിൽ വെക്കണോ? ഷുട്ടൂൻ്റെ കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ ഭയങ്കര വിയേർഡ് സൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. വാവക്ക് ഇതാണ് നമ്മൾ കാർ സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് വെക്കാൻ വിചാരിക്കുന്നത്. ഇടാം, മഴ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് എടുക്കാം. അതാകുമ്പോൾ വാവ മഴ നനയൂലല്ലോ. മഴ കൊള്ളിക്കണം, പക്ഷെ നാട്ടിൽ പോയിട്ട് കൊള്ളിക്കാനാണ് വിചാരിക്കുന്നത്. അതായത് തലശ്ശേരി പോയിട്ട് ഇവിടെ നിന്നിപ്പം ഇനി മഴ പെയ്തിട്ട് അതിനെ പെട്ടെന്ന് എന്താ പറയുക തണുപ്പെല്ലാം പിടിച്ചാലോ, അതുകൊണ്ട് വേണ്ട. ഇതല്ലേ നീ കരഞ്ഞ് നീ കരഞ്ഞ് കരഞ്ഞു നീ. നല്ലതായി കാർ സീറ്റ്. കാർ സീറ്റ് നല്ല കിട്ടൂ. ചുറ്റി നീ ഓക്കെയാണോ? ഈ ഒരു ബ്രൗൺ ഫാമിലിന്റെ കൂടെ നമ്മൾ പുറത്ത് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആണ്. വണ്ടി ഓടിക്കുമ്പം അത് പോണ വഴി തന്നെ അത്ര ആനപ്പന്തിന്റെ അടുത്താണ്. പിന്നെ അഷ്ടമുടി അല്ല, റിസോർട്ട് ഒന്നല്ല. ചുറ്റും നോക്ക്, കേരളം, തെങ്ങ്, തേങ്ങ. നിനക്കതിനാ ഗോപ്രോ? നല്ല രസമുണ്ട് ആകാശം കാണാന്. ഭയങ്കര ചൂടുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ വാവക്ക് സ്ട്രോളർ സെറ്റ് ചെയ്തു ആൻഡ് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഷീൽ ബി കംഫി. ഇവിടെ 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 അടങ്ങാണേ, പിന്നെ ഇടിങ്ങാണി കിട്ടുമാ. അതിട്ടോ, മേലത്തെ അതിട്ടോളി. സ്പീഡ് 3 കൊള്ളുന്നുണ്ടാ? ചേച്ചി കൊടയൊക്കെ പിടിച്ചിട്ടേ നടക്കുന്നത്. ഡെർമറ്റോളജിസ്റ്റ് ദുർഗ സതീഷ്. സ്കിന്നിന്, ചർമ്മത്തിന് ഒരുപാട് സംരക്ഷിക്കുന്ന ചൂടടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. അതിന്റെ കൂടെ എനിക്ക് പ്രൊട്ടക്ഷൻ. ഇതാണ് ആനക്കോട്ടയുടെ ഉള്ളു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആന ഇവിടെയാ. ഓ, പായലുണ്ട്. കണ്ടിറങ്ങണ്ട, പേടിയാ. ഇവിടുന്ന് അതാ മീനെല്ലാം ഉണ്ട്. ആനപ്പന്തിയിലെ കുളത്തിന്റെ മുന്നിൽ നിന്നും തത്സമയ ദൃശ്യങ്ങൾ. ആടിയാ പോലും ആനേനെ കുളിപ്പിക്കാം. കണ്ണാനേ നല്ല രസമുണ്ട്. ഫുൾ മരങ്ങൾ, പച്ചപ്പും ഹരിതാപവും. ഇത് ചെയ്തോണ്ട് നന്നായി. എന്തമ്മ ഇവിടെ ഒരു വാക്ക് വേ ഒക്കെ വെച്ചതേ. അതാവുമ്പോ നമുക്ക് വാവനി സ്ട്രോളറിൽ ഇങ്ങനെ. അല്ല, അവര് ആ മറ്റേ ഇതും ഉണ്ട്. എന്ത് ചെറിയ വെഹിക്കിളില്ലേ? വണ്ടി വീട്ടിൽ നന്ദിനി ഉണ്ടായിരുന്നു. പശുവാ? നന്ദിനിക്ക് എപ്പോഴും കുളിക്കാൻ ഇഷ്ടമായിരുന്നു. ഇവിടെ പെണ്ണാന ഉണ്ടാവും, പിന്നെ ആണാന ഉണ്ടാവും. ഇവിടെയാണ് എത്തുക. പക്ഷെ പെണ്ണാനേനെ അപ്പം അമ്പലത്തിന് ഉള്ളിൽ കൊണ്ടുപോകില്ല. എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ വെച്ചാൽ അവർ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയൊന്നുമില്ല. അഴിച്ചു വിടും വെറുതെ? ചൂടൊന്നുമില്ല. നമുക്ക് അതിൻ്റെ അടുത്ത് വരെ പോവാം. ആനനെ കാണണ്ടേ കുട്ടിയെ? ചുറ്റും ആന.
ഇത് കണ്ടോ നീ? ഇട്ടാ കാണുമോ? ആരും കുട പിടിച്ച് കൂടുന്നത്. ഇതെന്താ മേലെന്ന് വെള്ളം ഒഴുകി വരുന്നത്? ആ അവിടെ ഒരു ബട്ടൺസ് പ്രസ് ചെയ്താൽ കാണുന്നുണ്ടാ? അവിടെ കുറച്ചുകൂടി അടുത്തുള്ള ആനയുണ്ട്, അത് കാണാം. ഇതാണ് ആന. പക്ഷെ ചുട്ടൂനെ ഇങ്ങനെ ചങ്ങലൊക്കെ ഇട്ട് ആനേനെ കാണിക്കുമ്പോൾ എനിക്കൊരു സങ്കടം. ആ നമ്മളെ ഫാമിലി ഫ്രണ്ട് അക്ഷയാണ്, നമ്മളെ മൂപ്പറിയുടെ ഗുരുവായൂർ തന്നെയാണ്. അപ്പം മൂപ്പറാണ് ഈ സ്ഥലത്തൊക്കെ നമ്മളെ കൊണ്ടുവന്നെല്ലാം കാണിച്ചു തരുന്നത്. ഭയങ്കര ചൂടുണ്ടാവണേ. എന്ത് സുന്ദരനാ നീ. നല്ല രസമുണ്ട്. ചളി. ഇത് അമ്പലമാണെന്ന് തോന്നുന്നു. അതെ, അമ്പലമാണ്. പക്ഷെ എന്താ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്ഥലം ബ്യൂട്ടിഫുൾ. എന്തൊരു ചൂടായത്. ഞാൻ വീഡിയോ ഉടനീളം എന്തൊരു ചൂടാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് മീൽസ് വീട്ടിലല്ല, ഇവിടെ നമ്മളെ റൂമിൽ പോയിട്ട് മീൽസ് കഴിക്കണം. അതിനൊരു ഹൈറ്റ് എത്തുന്ന, കാല് നീളം കൂടുതൽ, പിന്നെ കാണാനുള്ള ചന്തം, തലയിൽ ഇങ്ങനെ എന്നാന്ന് എഴുതിയ പോലെ ഈ തലയുടെ ഭാഗത്ത് കണ്ടു. ഈ ഒരു ഇത് പ്രോമിനന്റ് ആയിട്ട് അതിൽ കാണുന്നില്ല. അത് ശരിയാ. ഇത് നമ്മൾ വരക്കുന്നെല്ലാം പോലത്തെ ആനയാണ്. ഇത് ബീഹാറിയാണോ എന്ന് സംശയമുണ്ട്. ബംഗാളി ആയിരിക്കും. ഉണ്ടാതിരിക്കുന്നത് പാവം. ചിലപ്പോൾ സോറി കേട്ടോ. അല്ല, നീ നല്ലതാണ്. ലവ് യു. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങിക്കോളൂ കേട്ടോ. വാവക്ക് നമ്മളെ കാനഡയിൽ നിന്ന് വരുമ്പം ഒരു 3 ഫാന് കൊണ്ടാണ് വന്നത്. നാട്ടിലെത്തിയപ്പം ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം വാവേനെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നീ എന്റെ വ്ളോഗിൽ ഹായ് പറഞ്ഞില്ലല്ലോ. ഹായ്, ഇതാണ് അക്ഷയ്. മഴ മാറിയാലും അപ്പ ചൂട് വരും. അച്ഛനൊരു ഫണ്ണിന് ക്ലാസ്സിലൊക്കെ. അങ്ങനെ കോട്ടയിലേക്ക് നമ്മൾ പോയി. എൻ്റെ ആനേനെല്ലാം കണ്ടു. ഇനി തിരിച്ചു വന്നിട്ട് നമ്മൾ മീൽസ് കഴിക്കാൻ പോകുന്നതാണ്. നമ്മൾ അമ്പലത്തിൽ നാളെ പോകുന്നതുകൊണ്ട് ഇന്ന് വെജിറ്റേറിയൻ മീൽസാണ് കഴിക്കുന്നത്. ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ മൊത്തം തീറ്റ എന്നല്ലാണ്ട് വേറൊന്നുമില്ല. ഇന്ന് മീൽസാണ്. മീൽസ്. ഇനി പപ്പടം ഇങ്ങനെ കുഴച്ച് തിന്നാം. ഗുരുവായൂർ പപ്പടം ഭയങ്കര പ്രത്യേകതയാ. സാമ്പാറിന് എരിവുണ്ട്. വേണ്ട, മതി. എല്ലാം തിന്നു കഴിയുമ്പം മനസ്സിനൊരു സന്തോഷം. ഇനി സംഭാരം കുടിക്കാം. എന്താ ഇല്ല, സോഷ്യൽ ബട്ടർഫ്ലൈയാ. അവിടെ പോവും. അങ്ങനെ ഇങ്ങനെ എടുത്ത് കറി വയ്ക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. ഇങ്ങനെ എടുത്ത് ഇല്ല, എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാം. അച്ഛൻ പണി ജെറ്റ് ലാഗ്ഡ് ആണോ? എല്ലാരും ജെറ്റ് ലാഗ്ഡാ. ചേച്ചി
ഇന്നലെ എയർപോർട്ടില് ഷുട്ടൂനെ കണ്ട ഉടനെ എല്ലാരും സ്ട്രോളർ തന്ന ഷുട്ടൂനെ എടുത്ത് പോയി. ഞാനും അച്ഛൻ ആകാശട്ടും ബാഗും പിടിച്ച് അവിടെ ഇങ്ങനെ നിക്കാം. അങ്ങോട്ട് നോക്കുക. നോക്കാണ് ആകെ ഒരു കൺഫ്യൂഷൻ ഇത് ആരും ഒരു കൺഫ്യൂഷനും ഇല്ല. തക്കര് കുത്താണ് ഇത്, തക്കര് കുത്താണ് ഇത്, തക്കര് കുത്തണു. കങ്കാരി ഇരിക്കുന്ന ഷൂ ഒന്നുമില്ലേ? സോക്സ് ഇല്ല, അതൊന്നും ഇഷ്ടമല്ല. ഭയങ്കര ചൂട് തണുപ്പുകാരിയാണ്. ഷിറ്റുവിനെ ആരാധനടുത്ത് അച്ചു മതിട്ടോ, മാമ വേണ്ട. രണ്ടും കൂട്ടി പോലെ ചുറ്റു രസം. എല്ലാരും പോകും തോന്നുന്നല്ലേ? എല്ലാരും എയർപോർട്ടിൽ നിന്ന് എല്ലാരും വിളിച്ചപ്പോ അവരുടെ അടുത്തും പോയത്. വന്നപ്പോ തൊട്ട് നിന്നെ എന്റെ കണ്ണാടിയാണോ കയ്യിലിരിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. കളേഴ്സ് ഉള്ളോണ്ടല്ലേ ഞങ്ങൾക്ക് ചോപ്പായിട്ടൊക്കെ കാണാൻ അതാ നോക്കുന്നു. അതാരോ കണ്ണട വേണോ വേണോ? വേണോ? എന്ത് ശരിയത്? അച്ഛൻ മോളെ പോലെ തന്നെയുണ്ട്. ഇത് ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ കണ്ണൊക്കെ, മുടി മുടി മുടിയൊക്കെ ഇങ്ങനെ തന്നെ. എന്താണ് ആരാത്? മമ്മി ഓരോ ടൈപ്പ് വരുന്നാ? പോണോ? പോവാ. എത്ര ദൂരം ഉണ്ട് തലശ്ശേരി ഗുരുവായൂര്? 100 എത്രയാണ് അച്ചു? 140. ഇവിടെ ഉറക്കം ഇനി പോയിട്ടില്ല. അല്ല, നല്ല രാത്രി വന്നിട്ട് കുളിച്ചിട്ടപ്പാട് നല്ലോണം അറിയും. ഇതിപ്പോ ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും ഉറക്കം വന്നത്. ഉറക്കം ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇതിന്റെ ഡയപ്പർ മാറ്റട്ടെ. മാമി മാമി അച്ചുവാവ കുട്ടിവാവ. മാസ്റ്റർ ഷെഫ് ആയിരിക്കും. എല്ലാരും എന്താ പറയാ, നാട്ടില് വന്നിട്ട് ഇങ്ങനെ ചുരിദാറൊക്കെ ഇടുമ്പം ഒരു സന്തോഷം. എന്തെങ്കിലും സൗണ്ട് എല്ലാരും നമ്മള് ഷുട്ടുമണീന്റെ തുലാഭാരത്തിന് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. ആണോ? സ്മാർട്ട് വാച്ച് ആയിരിക്കും കേറ്റാത്ത. നമ്മളൊരു ബ്രൗൺ ഫാമിലിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാറിൽ കയറിയിരുന്ന് അതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഫുൾ അലമ്പ്. ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഇത്രയും അലമ്പ്. വാവക്ക് ഉണ്ണിയപ്പത്തിൻ്റെ തുലാഭാരമാണ് നമ്മൾ കഴിക്കുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ് ഇവിടെ ഇന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പം വാവേൻ്റെ തുലാഭാരമൊക്കെ കഴിഞ്ഞു. നല്ലോണം എല്ലാം നടന്നു. ഉണ്ണിയപ്പത്തിൻ്റെ തുലാഭാരമാണ് കേട്ടോ ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, തുലാഭാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉണ്ണിയപ്പം നമുക്ക് കിട്ടും എന്നാണ്. അതായത് ഒരു 7 കിലോ ഉണ്ണിയപ്പം എനിക്ക് തിന്നാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അത് നമുക്ക് കിട്ടൂല എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് സാഡായി. പക്ഷെ കുഴപ്പമില്ല, ഭഗവാനെ കിട്ടിക്കോട്ടെ. അളിയൻ പാട്ട് മാഷ് നല്ല സാധനം. അളിയത്തി കിടന്നുറങ്ങുന്നു. ഫിലിപ്സ്
എൻ്റെ പേരെന്താ വെച്ചോ? ഇസ്തിരിപ്പെട്ടി. എന്നെപ്പോലെ തന്നെ ഭയങ്കര രസിക്കനാ. എന്നേക്കാൾ അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. നമ്മൾ അമ്പലത്തിലെല്ലാം പോയി എല്ലാം തിരിച്ചു വന്നു. ആൻഡ് ഇപ്പോൾ രാത്രി 1 മണിയായി. നമ്മൾ 1 മണിയാവാനായി. ഇനി ഇന്ന് ഉറങ്ങണം. മേക്കപ്പ് എല്ലാം ഊറ്റിയിട്ട് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് സാരിയും ബ്ലൗസൊക്കെ ഇട്ട് വാവക്ക് കസവിൻ്റെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ട് ചോറ് കൊടുക്കണം. അപ്പം ഇന്ന് ഇപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് കിടക്കാൻ പറ്റില്ല. ലൈക്ക് ഇവിടെ ആൾക്കാർ ഇസ്തിരി ഇടുന്നുണ്ട്, പിന്നെ അവിടെ ഉറങ്ങുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഐ ഫീൽ സോ എക്സൈറ്റഡ് ലൈക്ക് എവറി സിംഗിൾ ബിറ്റ് ഓഫ് ഇറ്റ്. ബിക്കോസ് എൻ്റെ ബേബീൻ്റെ ഒരു മൈൽ സ്റ്റോൺ പോലെയാണ് ഞാൻ ഇത് കാണുന്നത്. ലൈക്ക് ചോറൂണല്ല ഒന്നും മിണ്ടാണ്ട് പോയാൽ വർത്തല പറയുന്നില്ലേ. എൻ്റെ ബേബീൻ്റെ ഒരു കുട്ടി മൈൽ സ്റ്റോൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഐ എം സോ എക്സൈറ്റഡ്. ലൈക്ക് വാവേൻ്റെ ഒരു സംഭവത്തിന് എല്ലാവരും ഒരുമിച്ച് വരുമ്പം എനിക്ക് എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പം നാളെ ചോറൂണിന് നമ്മളെല്ലാം പ്രിപ്പറേഷൻസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്ര ചെയ്ത് കഴിഞ്ഞാലും ഒരു 90% നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു 10% എപ്പോഴും ഒരു ബാക്കി ഉണ്ടാവില്ലേ. അപ്പോൾ ആ 10% നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങേറാക്കണ്ട തന്നെ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ